നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒമാനിൽ പാസ്പോർട്ടുകളിൽ വിസ സ്റ്റാമ്പിംഗ് നിർത്തുന്നതായുള്ള വാർത്തകൾ വന്നിരിക്കുകയാണ്. ഇതിന് പിന്നാലെ റെസിഡന്റ് കാർഡിന് പ്രാധാന്യം വർദ്ധിക്കുമെന്ന റിപ്പോർട്ടുകളും വന്നുകഴിഞ്ഞു. പാസ്പോർട്ടുകളിൽ വിസ സ്റ്റാമ്പ് ചെയ്യാത്തത് യാത്രയെ ഒരു വിധത്തിലും ബാധിക്കില്ലെന്ന് ഒമാൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. താമസരേഖ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഒമാൻ അധികൃതർ നൽകുന്ന റെസിഡന്റ് കാർഡുകൾ മതിയാകും. വിസ ഓൺലൈനിലൂടെ ആക്കുക വഴി താമസരേഖകൾ പുതുക്കുന്നത് എളുപ്പമാക്കുകയാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തന്നെ പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് ഒമാനിൽ യാതൊരു പ്രയാസവും ഉണ്ടാവാനിടയില്ലെങ്കിലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒമാനിലേക്ക് വരുന്നവർക്ക് ബുദ്ധിമുട്ടാകുമോ എന്നാണ് ചില പ്രവാസികളുടെ ആശങ്ക. ഇനി യാത്രകൾക്കും മറ്റും റെസിഡന്റ് കാർഡ് നിർബന്ധമാകുന്ന സാഹചര്യവുമുണ്ട്. ഇന്ത്യയിൽ നിന്നും മറ്റും റെസിഡന്റ് കാർഡുകൾ നഷ്ടപ്പെടുകയോ കാണാതാവുകയോ ചെയ്താൽ യാത്ര മുടങ്ങുകയും പുതിയ കാർഡുകൾ ഉണ്ടാക്കാൻ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടി വരും. അതിനാൽ റെസിഡന്റ് കാർഡുകൾ ഇനി പ്രാധാന്യം വർദ്ധിക്കുന്നതായും ഇന്ത്യയിലേക്കും മറ്റും യാത്ര ചെയ്യുമ്പോൾ റെസിഡന്റ് കാർഡുകൾ കയ്യിൽ കരുതുകയും അവ സൂക്ഷിക്കുകയും ചെയ്യണമെന്നും സാമൂഹിക പ്രവർത്തകരും മറ്റും മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. അതേസമയം സന്ദർശനം പൂർത്തിയാക്കി UAE ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ഒമാനിൽ നിന്ന് മടങ്ങി. വിവിധ മേഖലകളിൽ സഹകരണങ്ങളും ബന്ധങ്ങളും ഊട്ടിയുറപ്പിച്ചാണ് UAE ഭരണാധികാരി ഒമാൻ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വികസനത്തിന് കുതിപ്പേകുന്ന 16 കരാറുകളിലും ഒപ്പുവച്ചു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദിന്റെ ഒമാൻ സന്ദർശനത്തിന്റെ ഭാഗമായി അൽ ആലം പാലസിൽ നടന്ന ചടങ്ങിലാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ഒമാൻ സന്ദർശനത്തിനെത്തിയ UAE ഭരണാധികാരി നാഷണൽ മ്യൂസിയം സന്ദർശിച്ചു. UAEയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സായിദ് നൽകി സുൽത്താൻ ഹൈതം ബിൻ താരിഖിനെ ആദരിക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.